1994 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത കടൽ എന്ന ചലച്ചിത്രം പുറത്തു വരുന്നത്. ചാവക്കാടായിരുന്നു അതിൻ്റെ പ്രധാന ലൊക്കേഷനായിട്ട് കണ്ടിരുന്നത്. പലപ്പോഴും കടൽ തീരത്ത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ആവശ്യത്തിനും അനാവശ്യമായിട്ടും ഉള്ള ക്രൗഡ് അതിനകത്തേക്ക് വന്ന് കയറുക, പലരും ഷൂട്ടിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുക, അത്തരം ബുദ്ധിമുട്ടുകൾ ഈ കടൽ തീരത്ത് സാധാരണ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, കൃഷ്ണ ഐസ് കമ്പനിയുടെ ഓണറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഞങ്ങൾക്കൊരു സെക്യൂരിറ്റിയെ തന്നു. അയാൾ പല പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു KD എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വേലായുധനാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ പിന്നെ ആരും അധികം ശല്യത്തിനായിട്ട് വരാറില്ല. ഇല്ലെങ്കിൽ ഒരു വള്ളത്തിൻ്റെ അടുത്ത് പോയി നിന്നാൽ ആ വള്ളത്തിന് വാടക ചോദിച്ച് വരിക, അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇത്തരം ഒരു സെക്യൂരിറ്റിയെ ഞങ്ങൾ വയ്ക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ബാബു ആൻ്റണിയാണ് നായകനായിട്ട് വരുന്നത്. വിജയരാഘവൻ, മാള അരവിന്ദൻ, ചാർമിള ഒക്കെ ഉള്ള ഒരു നല്ല രീതിയിൽ തന്നെ ചാവക്കാട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് പാക്കപ്പായി റൂമിലേക്ക് വരുമ്പോൾ, ഹോട്ടലിലേക്ക് എത്തുമ്പോൾ, ഹോട്ടലിൻ്റെ പടി കയറി രണ്ടാമത്തെ നിലയിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു റൂം ഇങ്ങനെ തുറന്നു കിടക്കുന്നു. അതിലൊരു പെൺകുട്ടി, ഒരു 16-നും 18-നും വയസ്സിനിടയ്ക്കുള്ള ഒരു പെൺകുട്ടി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരാന്തയിലായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇവളെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ റൂമിലേക്ക് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു മാനേജർ വന്നു, ഈ പ്രൊഡക്ഷൻ്റെ മാനേജർ അബു. അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ഈ കുട്ടി ഇരിക്കുന്നത്. ഇയാൾക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഇരിക്കുന്നത് ഇഷ്ടപ്പെടാതെയല്ല, ഈ പുറത്ത് നിന്ന് ഇങ്ങനെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് ഞങ്ങളുടെ ഷൂട്ടിംഗ് ക്രൂവിലുള്ളതല്ല. അപ്പോൾ ഇയാൾ ഇത് ചോദ്യം ചെയ്തു. ഈ ചെറുപ്പക്കാരനെ മുഖമടക്കി ഈ അബു അടി കൊടുത്തു. അതോടുകൂടി തന്നെ വലിയ പ്രശ്നമായി, ഇവർ തമ്മിൽ ഉന്തും തള്ളുമായി. അപ്പോൾ ഇയാളുടെ കുറച്ച് സുഹൃത്തുക്കൾ 4-5 പേര് തൊട്ടടുത്ത റൂമിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഹോട്ടലിലെ മുഴുവൻ മുറികളും ഞങ്ങൾ എടുക്കാറാണ് പതിവ്. അപ്പോൾ 1-2 റൂമുകൾ എപ്പോഴും മാനേജ്മെൻറ്റ് അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. ബാക്കി എല്ലാ റൂമുകളും സിനിമാ ക്രൂവിന് തരികയാണ് ചെയ്യുന്നത്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് മാനേജറുടെ ഹോട്ടൽ ഓണേഴ്സിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചിലർ മാസത്തിലൊരിക്കലൊക്കെ വന്ന് ഒത്തുകൂടുന്നൊരു ഒരു അവസരം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് ഈ ചെറുപ്പക്കാരനും ഒരു സംഘവും അവിടെ മദ്യപിക്കാനായിട്ട് വന്നത്. അവർ മദ്യപിക്കുന്നു, വല്ലപ്പോഴും വന്ന് മദ്യപിക്കുന്നു, എന്നിട്ട് രാത്രിയാകുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു ഒത്തുകൂടലായിരുന്നു അത്. ഗുരുവായൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ചില വ്യക്തികൾ, അവരുടെ കൂടെയുള്ള ചില ഗുണ്ടാ സംഘങ്ങൾ, അവരാണ് ഈ മദ്യപിക്കാനായിട്ട് അവിടെ ഒത്തുകൂടിയിരുന്നത്. ഇവർ ഒരു 6 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ വരുന്നു, പരസ്പരം നല്ല തല്ല് നടക്കുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്കാണ് മെജോറിറ്റി ഉള്ളത്, ഞങ്ങളുടെ ആൾക്കാരാണ് മുഴുവൻ താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇടപെട്ടു. ഈ 6 പേരെയും തല്ലി ഓടിക്കുകയായിരുന്നു. അവർ ജീവനം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. രാത്രി ഒരു 10:30-11 മണി ആയപ്പോഴത്തേക്കുകൊണ്ട് ആയുധങ്ങളുമായി ഒരു വലിയൊരു സംഘം ഹോട്ടലിലേക്ക് ഇരച്ചെത്തുന്നു. റൂമുകൾ തല്ലി തുറക്കുന്നു. ഈ അബുവിനെ അവർക്ക് കിട്ടണം, പ്രധാനമായിട്ട് അതാണ്, ആ മാനേജറെ കിട്ടണം. അതിനുവേണ്ടി റൂമുകൾ നോക്കുന്നു. ഭാഗ്യത്തിന് ഇയാളെ കിട്ടിയില്ല. ബാക്കി അവിടെ വലിയ സംഘർഷം നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള അടി നടക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് അവർ തന്നെയാണ് വിജയിച്ച് തിരിച്ച് അവർ കുറേ വെല്ലുവിളിയൊക്കെ മുഴക്കി ഇയാളെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത്. അപ്പോഴത്തേക്കും ഈ ഹോട്ടലിൻ്റെ ഓണർ വന്നു. ഇത് വലിയ പ്രശ്നമാണ്, കാരണം ഇത് ഇവിടം കൊണ്ട് തീരില്ല, നിങ്ങൾ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആൽവിൻ ആൻ്റണി ആയിരുന്നു. അദ്ദേഹവും അവിടെ നിന്ന് അന്നേരം അവിടെ ഈ ഗുരുവായൂരിൻ്റെ സമീപത്തുമൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ എല്ലാം ബന്ധപ്പെടുന്നു. അവർ കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഇടപെടുന്നു. എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അപ്പോൾ പോലീസിന് ഈ ആൾക്കാരെ അറിയാം. അവർ ഈ കൂട്ടത്തെ വിളിക്കുന്നു. അവരും വന്നു. സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. ചർച്ചയുടെ ഒടുവിൽ അവർ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അബുവിനെ കിട്ടണം, അവൻ്റെ കൈ ഞങ്ങൾ വെട്ടിയെടുക്കും.
ഇതിനകത്ത് വേറെ ഒരു കോംപ്രമൈസിലും നിങ്ങളുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നോട്ടെ, ഷൂട്ടിങ്ങിനൊന്നും ഒരു തടസ്സവും വരില്ല, ഞങ്ങളത് തടസ്സം ചെയ്യാൻ വരികയില്ല, ഇതിനകത്ത് സാർ ഇടപെടണ്ട എന്ന് പറഞ്ഞ് കമ്മീഷണറോട് പറഞ്ഞിട്ടാണ് ഇവർ മേശപ്പുറത്ത് അടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്. അപ്പോഴത്തേക്കും എല്ലാവർക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ് ബോധ്യപ്പെട്ടു, ഇതിവിടെ കൊണ്ട് തീരില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അപ്പോൾ പോലീസ് തന്നെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക, തൽക്കാലം ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്യുക, വേറെ എവിടെയെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് ഇതെല്ലാം ഒത്തീർപ്പായതിന് ശേഷം തുടങ്ങാം, തൽക്കാലം നാളെ മുതൽ ഷൂട്ടിംഗ് നിർത്തിവെക്കാനായിട്ട് അവരും പറഞ്ഞു. ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ തിരിച്ച് എത്തുന്നു. പിറ്റേന്ന് രാവിലെ ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു, എന്തായാലും ഷെഡ്യൂൾ പാക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കുറേ പേര് പോകാൻ തുടങ്ങുന്നു. അതിരാവിലെ തന്നെ രാജൻ പി ദേവും കുട്ടേട്ടനും നമ്മുടെ വിജയരാഘവൻ ചേട്ടനും ഒക്കെ പോകുന്ന കാറിൻ്റെ പുറകിലത്തെ സീറ്റിൽ ഈ പ്രൊഡക്ഷൻ മാനേജറെ കിടത്തിയിട്ട് അതിൻ്റെ പുറത്ത് ഇവർ കാലൊക്കെ വെച്ചിട്ടിരുന്ന് പുറത്തേക്ക് വണ്ടി പോയപ്പോൾ ഇവർ ഗേറ്റിൻ്റെ അവിടെ നിൽപ്പുണ്ട് ഈ ഗ്രൂപ്പ്. അവർ ഓരോ വണ്ടികളും ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്, ഇയാളെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ രാജൻ പി ദേവാണ്, കുട്ടേട്ടനാണ്. ആ സാറാണോ എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി വിട്ടു, അവൻ രക്ഷപ്പെട്ടു പോയി. എല്ലാവരും ആ ഗ്രൂപ്പ് അങ്ങ് പോയി കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചാവക്കാട് കുറേ സെറ്റ് ഇട്ടിട്ടുണ്ട്, 1-2 വീടുകൾ സെറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാം കണ്ടിന്യൂറ്റി ഉള്ളതാണ്, വീണ്ടും അവിടെ ഷൂട്ട് ചെയ്യേണ്ടതാണ്, പകുതി ഷൂട്ട് ചെയ്ത് നിർത്തിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യാതെ നമുക്ക് അവിടെ നിന്ന് മടങ്ങാൻ പറ്റില്ല. ഇതൊക്കെ തന്നെ ഇനി വേറൊരു സ്ഥലത്ത് സെറ്റ് ഇടേണ്ടിയും വരും, അതേ കണ്ടിന്യൂറ്റിയോടുകൂടി ഇടേണ്ടതാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് അറിയുന്നു ക്രെയിൻ യൂണിറ്റിൽ ഒരാളെ കാണാനില്ല. അയാൾ തലേദിവസം രാത്രി എത്തിയിട്ടില്ല, ഈ നേരം വെളുത്തിട്ടും എത്തിയിട്ടില്ല. ഒരു മരണ വീട് പോലെ അവരുടെ ക്രെയിൻ യൂണിറ്റുകാരെല്ലാം പുറത്തേക്ക് വരുന്നു, സങ്കടത്തോടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും ഒരു മാനേജർ, ജീവൻ മാനേജരും പിന്നെ കാഷ്യറും, ഞങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട്, കാരണം ഷൂട്ടിംഗ് ചാവക്കാട് സെറ്റിൽ ചെയ്തിട്ടാണ് വരേണ്ടത്. അതിനിടയിൽ തന്നെ ഇത് അങ്ങ് സ്പ്രെഡ് ചെയ്തു. ചാവക്കാടൊക്കെ ഇതറിഞ്ഞു, ഞങ്ങൾ ഷൂട്ടിംഗ് നിർത്തി പോവുകയാണ്, മുങ്ങുകയാണ്, ആർക്കും ഈ സെറ്റിൽ ചെയ്യാതെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിറ്റുകാർ ചാവക്കാടായിരുന്നു റൂം എടുത്തിരുന്നത്. ആ യൂണിറ്റ് വാഹനമൊന്നും വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചില ലോക്കൽ നമ്മളോട് ശത്രുത ഉണ്ടായിരുന്നു. അതായത് പലപ്പോഴും അവസരം ചോദിച്ച് വരാറുണ്ട്, ചാൻസ് ചോദിച്ച് അഭിനയിക്കാനൊക്കെ വന്നിട്ട് അവർക്ക് വേണ്ടത്ര പ്രാധാന്യമുള്ള വേഷം കിട്ടുന്നില്ല എന്നൊക്കെ അറിയുമ്പോൾ ശത്രുക്കളായി മാറുന്ന ആൾക്കാരുണ്ട്. അതിൽ ചിലർ ഇവർ പുറത്ത് നിന്ന് പൂട്ടി, പുറത്തിറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മുടെ യൂണിറ്റുകാരെ അതിനകത്തിട്ടിരിക്കുകയായിരുന്നു. ഇവരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഘർഷം നടക്കുന്നുണ്ട്, നമ്മൾ പറ്റിച്ചിട്ട് പോകുന്നു എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്, ചാവക്കാട് ജംഗ്ഷനിൽ ആൾ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ നേരെ ചാവക്കാട് പോയി കഴിഞ്ഞാൽ അവർ ഞങ്ങളെ തടുത്തിടുകയും ഒരു പക്ഷേ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ഇത് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വണ്ടി വേറൊരു വളഞ്ഞ വഴിയിലൂടെ പോയി ആദ്യത്തെ ഒരു ലൊക്കേഷനിലേക്ക് പോയി. ഞങ്ങളുടെ ചാവക്കാട് തന്നെയാണ് ആദ്യത്തെ വീട്ടിലേക്ക്. ഞങ്ങൾ മാളയുടെ വീടായിട്ടും ബാബു ആൻ്റണിയൊക്കെ താമസിക്കുന്ന വീടായിട്ടുള്ള ആ വീട് ഞങ്ങൾ ഓൾട്ടർ ചെയ്തെടുത്തതാണ്. ഒരുപാട് ഞങ്ങളുടെ പ്രോപ്പർട്ടീസൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ വന്നു. അപ്പോഴത്തന്നെ അവർ പറഞ്ഞു നിങ്ങൾ കടന്നു എന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞതെന്നൊക്കെ ആ വീട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ വന്നു, അവരുടെ ബാലൻസ് സെറ്റിൽ ചെയ്യാനുള്ള എല്ലാം സെറ്റിൽ ചെയ്തു. ഞങ്ങളവിടെ ചെയ്തു വെച്ചിരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം വാഹനത്തിലേക്ക് കയറ്റി. എന്നിട്ട് അടുത്ത വീട്ടിലേക്ക് പോയി, അവിടെയും എല്ലാം ബാലൻസ് എല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ആദ്യത്തെ വീട്ടിൻ്റെ ഓണറെ കൂടെ ഞങ്ങൾ കാറിലേക്ക് കയറ്റിയിട്ടാണ് ഞങ്ങൾ ചാവക്കാട് ജംഗ്ഷനിലേക്ക് വന്നത്. ജംഗ്ഷനിൽ വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരെല്ലാം ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. ഞങ്ങളുടെ കണ്ട ഉടൻ തന്നെ ആവേശത്തോടുകൂടി ഞങ്ങളുടെ കാറിൻ്റെ മുന്നിലേക്ക് ചിലർ വന്നു, പറ്റിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും ഈ വീട്ടിൻ്റെ ഓണറെ പതുക്കെ പുറത്തേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു തന്നെ ഈ വീടുകാരെ എല്ലാം പറ്റിച്ചിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു, ഞങ്ങൾക്കിനിയൊന്നും ബാലൻസ് ഒന്നും കിട്ടാനൊന്നുമില്ല, അവർ അന്തസ്സായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇവരുടെ നാവടഞ്ഞു. പിന്നെ വളരെ ഈസി ആയിരുന്നു, ബാക്കി എല്ലാം നമ്മൾ ആ യൂണിറ്റുകാരെ അവിടെ നിന്ന് മോചിപ്പിച്ചു. തിരിച്ച് ഇവിടെ റൂമിലേക്ക് വന്നു. വരുമ്പോഴത്തേക്കും ഈ രാവിലെ തലേദിവസം കണ്ടില്ല എന്ന് പറഞ്ഞ ആൾ അന്നേരവും എത്തിയിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു മരണ വീട് പോലെ ആൾക്കാരെല്ലാം ഹോട്ടലിൻ്റെ മുന്നിൽ അവിടെ എവിടെയായിട്ട് നിൽപ്പുണ്ട്. അതിൽ ക്രെയിനിലെ പലരും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ നിൽക്കുന്നു, ചിലർ കരയുന്നുണ്ട്, എന്ത് സംഭവിച്ചു എന്നറിയില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഓട്ടോറിക്ഷയിൽ ഈ ആൾ
ഈ ക്രെയിനിൻ്റെ ചീഫ് വന്നിറങ്ങുന്നു. അയാളൊരു പുതിയ ഷർട്ടൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ തലേ ദിവസം ഈ സംഘം തല്ലുകൂടിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ തല്ലിയിട്ട് തിരിച്ചു പോകുന്നവരെ ഫോളോ ചെയ്തിട്ട് ഈ ക്രെയിനിൻ്റെ ചീഫ് ഇവരെ ഫോളോ ചെയ്ത് അവരെ തല്ലുകയായിരുന്നു. തല്ലുമ്പോൾ ഇയാളുടെ കയ്യിൽ നമുക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന വലിയ കാരിയറുണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു തൂക്കുന്ന ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബ്രാക്കറ്റ് പോലെ ഉള്ള ഒരെണ്ണം ശരിക്കും വാള് പോലെ ഇരിക്കും. സ്കെയിൽ പോലെയാണ് രണ്ട് സൈഡിലും. ഇതും കൊണ്ടാണ് ഇയാൾ പോകുന്നത്. ഈ സ്കെയിൽ പോലുള്ള ഈ ആയുധം വെച്ചിട്ടാണ് ഇവൻ അവരിൽ ഒരാളിനെ ആക്രമിച്ച് അവൻ്റെ നിലവിളി കേട്ടിട്ട് അവൻ്റെ സംഘം മറ്റേ ഈ ഗുണ്ടാ സംഘം തിരിച്ചു വരുന്നു. ഇയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. ശരിക്കും പൊക്കിയെടുത്ത് ഒരു സ്കൂളിൽ കൊണ്ടുപോയി തിരിച്ച് കാലിൽ കയറ് കെട്ടി തലകുത്തനെ കെട്ടിയിട്ട് ആവശ്യത്തിലധികം ഇടിയൊക്കെ കൊടുത്തു. ഇവൻ വളരെ അവശനായിട്ടാണ് തിരിച്ച് ഹോട്ടലിലേക്ക് വരുന്നത്. വന്ന ഉടൻ തന്നെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആൽവിൻ ആൻ്റണിയോട് പറഞ്ഞു, അത്യാവശ്യമായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഇത് കഴിഞ്ഞു. ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഏകദേശം പ്രശ്നങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിരിഞ്ഞു തുടങ്ങി. അന്ന് വൈകുന്നേരം ഞാൻ എപ്പോഴും രാത്രിയിൽ മഞ്ജുളാലിൻ്റെ, ഗുരുവായൂരാണ് ഷൂട്ടിംഗ്, മഞ്ജുളാലിൻ്റെ സമീപത്തൊരു STD ബൂത്തുണ്ട്. അവിടെ പോയാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്. അന്നും പതിവ് പോലെ രാത്രി സന്ധ്യ കഴിഞ്ഞു. രാത്രിയായപ്പോഴത്തേക്കും പോയി ഫോൺ ചെയ്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ 3-4 പേര് എന്നെ ഇങ്ങനെ ചെറുപ്പക്കാർ വാച്ച് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പോയി തിരിച്ച് മടങ്ങി ഫോൺ ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് ഈ ഹോട്ടലിന് ഇടയ്ക്ക് ഒരു പാർക്കുണ്ട്. അതിൻ്റെ സൈഡിൽ ലൈറ്റൊന്നുമില്ല. അവിടെ മിക്കവാറും സാമൂഹ്യ വിരുദ്ധന്മാർ കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഇരുട്ടാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലെ ഒരു കക്ഷിയുണ്ട്. അയാൾ ഓപ്പോസിറ്റ് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് നടന്നു വരികയായിരുന്നു. ഇയാൾ എന്നെ കണ്ട ഉടനെ സാർ അവിടെ പോയി എന്നൊക്കെ ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് ഇയാളുടെ വഴിക്കും ഞാൻ ഹോട്ടലിലേക്കും പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചു. കഴിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ട് ആരോ വന്ന് വാതിൽ തട്ടുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റിലെ ആ ബോയിയാണ്. അയാൾ പറഞ്ഞു, സാറേ ഭാഗ്യം കൊണ്ട് സാറ് രക്ഷപ്പെട്ടു. സാറാണ് അബു എന്ന് വിചാരിച്ചിട്ട്, ഈ മാനേജറെന്ന് വിചാരിച്ചിട്ട് അവർ കുറേ നേരം കൊണ്ട് സാറിനെ ഫോളോ ചെയ്യുമായിരുന്നു. ആയുധങ്ങളുമായിട്ടാണ് അവർ വന്നത്, സാറിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അതിനിടയിലാണ് ഇയാൾ സംസാരിച്ചത് കൊണ്ട് ഇയാളോട് അവർ ചോദിച്ചു, ഇയാളല്ലേ അബു എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല, അദ്ദേഹം ആർട്ട് ഡയറക്ടറാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറയുന്നു. അവർ മടങ്ങിപ്പോകുന്നു. ശരിക്കും അവർ ധരിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ മാനേജർക്ക് ഏകദേശം എൻ്റെ അത്ര തന്നെ ഹൈറ്റുണ്ട്. അയാൾ എന്നെപ്പോലെ അന്ന് ദീക്ഷ വളർത്തിയിട്ടുണ്ടായിരുന്നു. കളറും ഏകദേശം എനിക്ക് സമാനമായ കളറൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിക്കുന്നതിൽ കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, പലപ്പോഴും ഇങ്ങനെ ആൾ മാറിയിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ, മരണങ്ങൾ, ഈ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. അത്തരത്തിലൊരു ഇരയായി അന്ന് ഞാനും തീരുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കഥാനായകൻ എന്ന ചലച്ചിത്രം ശ്രീ രാജസേനൻ ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ്. ഒരുപാട് താരനിരകളുണ്ടായിരുന്ന ഒരു ചിത്രമാണ്. കലാമണ്ഡലം കേശവൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം. ജയറാമാണ്, ദിവ്യ ഉണ്ണി, KPSC ലളിത, ജഗതിച്ചേട്ടൻ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ നിരന്ന ഒരു വലിയ താരനിരയുള്ള ഒരു ചിത്രമായിരുന്നു. ഇതിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ശരിക്കും വരിക്കാശ്ശേരി മനയിലായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പയ്യാരത്ത് പത്മനാഭൻ നായർ എന്ന് പറയുന്ന ആളിൻ്റെ സപ്തതി ആഘോഷിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കൂട്ടുകുടുംബത്തിൻ്റെ കഥയാണ്. അതിനകത്ത് നടക്കുന്ന എല്ലാ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിലൂടെയാണ് കഥ വികസിച്ച് പോകുന്നത്. ഏറ്റവും അവസാനം ഇദ്ദേഹത്തിൻ്റെ സപ്തതി ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് പയ്യാരത്ത് പത്മനാഭൻ നായർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ സപ്തതി ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ചൊരു വലിയ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിരുന്നു.
അപ്പോൾ അവിടെ ചില രഹസ്യങ്ങൾ ഈ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വലിയ പ്രാധാന്യമുള്ളൊരു ഒരു ആഘോഷമായിരുന്നു അത്. അതിനു വേണ്ടിയിട്ട് ഒറ്റപ്പാലത്ത് ഞങ്ങൾ നോക്കുമ്പോൾ വലിയ ആ കാലത്ത് വലിയ മണ്ഡപങ്ങളോ അല്ലെങ്കിൽ ഹാളുകളോ ഒന്നുമില്ല. ആകെയുള്ളത് കോളേജിൻ്റെ ഒറ്റപ്പാലം ലക്കടി കോളേജിൻ്റെ ഒരു ഓഡിറ്റോറിയവും പിന്നെ ഒരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയമാണുള്ളത്. അവസാനം ഒറ്റപ്പാലം സ്കൂളിൻ്റെ ഓഡിറ്റോറിയമാണ് ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. കോളേജിൻ്റെ അവിടെ എക്സാം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് കിട്ടിയില്ല. അങ്ങനെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം ഡയറക്ടർ വന്ന് നോക്കുന്നു. ഞങ്ങളെല്ലാവരും അതിനകത്ത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് തീരുമാനിക്കുന്നു. അപ്പോൾ അതിനൊരു ഫീസ് അടയ്ക്കണമായിരുന്നു. അപ്പോൾ സ്കൂളുകാർ പറഞ്ഞത് അത് ഇപ്പോഴേ അടയ്ക്കേണ്ടതില്ല, നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം അതിനൊരു 2 ദിവസത്തിന് മുമ്പ് വന്ന് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഷൂട്ടിങ്ങിനോട് അടുത്തുള്ള സമയമാവുന്നു. ക്യാഷ് അടയ്ക്കാനായിട്ട് മാനേജർ പോകുമ്പോഴാണ് അറിയുന്നത് അവിടെ പെരുന്നയിൽ നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നു, എക്സാം നടക്കുന്നത് കൊണ്ട് ഒരു സ്ഥാപനവും കൊടുക്കേണ്ടതില്ല എന്നുള്ള നോട്ടീസ്. അപ്പോൾ പകരം ഞങ്ങൾ വേറൊരു സ്ഥലം കണ്ടെത്തിയിട്ടില്ല. ശരിക്കും ഒരു 2 ദിവസത്തിന് മുമ്പാണ് ഈ പൈസ അടയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ വേണ്ടുന്ന കുറേ ആർട്ടിൻ്റെ വർക്കുകളെല്ലാം ഞങ്ങൾ ഹോട്ടലിലിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനുള്ള ഡിസൈൻസ്, സൈഡിൽ വെക്കാനുള്ളതൊക്കെ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഹാള് കിട്ടുന്നില്ല എന്നറിഞ്ഞു. ഇത് അപ്പോൾ പകരം ഒറ്റപ്പാലത്ത് വേറെ ഹാളില്ല. ഇത് അറിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ AR കണ്ണൻ പെരുന്നയിലേക്ക് പോയി. അന്ന് പണിക്കർ സാറായിരുന്നു എൻ്റെ സെക്രട്ടറി. അദ്ദേഹത്തെ കണ്ടു, പരമാവധി റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് ഡയറക്ടർ അറിഞ്ഞു. വലിയ ഇഷ്യൂ ആയി. കാരണം ഇത്രയും ദിവസം നമ്മൾ പകരം വേറൊരെണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, സമയത്തിനാണ് പോയി അന്വേഷിക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുജനായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. പക്ഷേ അതൊക്കെ വിട്ടിട്ട് അതിഭീകരമായിട്ട് അദ്ദേഹത്തെ ഷൗട്ട് ചെയ്തു. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ AR കണ്ണനെ ഷൗട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞങ്ങൾ പകരം കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ലൊക്കേഷൻ നോക്കി നടക്കുകയായിരുന്നു. ഒരു സ്ഥലവും ഇല്ല, ഹാളില്ല, മറ്റ് അതിന് പറ്റിയ സ്ഥലങ്ങളൊന്നും കണ്ടില്ല. അവസാനം കിട്ടിയത് NSSൻ്റെ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെറും കാട് പിടിച്ച് കിടക്കുന്നു, കുറേ സ്പേസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മൈതാനം പോലെ ഇങ്ങനെ ഒരു വൃത്തിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പം മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കിവിടെ ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഡയറക്ടറൊക്കെ അത് അത്ര കണ്ട് ഒരു വിശ്വാസം തോന്നിയില്ല. അവിടെ നമ്മളിനി മറ്റൊരു ഓഡിറ്റോറിയത്തിന് പകരം ഒരു സ്റ്റേജ് ചെയ്യണം, പിന്നെ അത്രയും ഭാഗം ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലം കവർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമായി. അപ്പോൾ എന്തായിരുന്നാലും വാക്ക് കൊടുത്തു, അത് നന്നാക്കി എടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യം ഒരു 2 ദിവസമേ പിന്നെ ഉള്ളൂ. ഈ സമയം കൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളതായി. രാത്രിയും പകലും ഇല്ലാതെ സ്റ്റേജ് ഇട്ടു, അവിടെ വേണ്ടുന്ന ഡെക്കറേഷൻ ചെയ്തു. അത് ഞങ്ങളുടെ ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഞാനും കണ്ണനും ഇതിനു വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസും ഇല്ലാത്ത തരത്തിലേക്ക് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. അവസാനം അതിൻ്റെ സൈഡിൽ ആനയും അമ്പാരിയും ഒക്കെ വെച്ചു. ആനകളൊക്കെ വന്ന് നിരന്നു. കൊടിതോരണങ്ങൾ കൊണ്ട് സൈഡ് മുഴുവൻ ഏകദേശം ഒന്ന് ബ്രേക്ക് ചെയ്തു. പബ്ലിക്കിനെ കൊണ്ട് നിറച്ചു. ശരിക്കും ഡയറക്ടർ വന്ന് കാണുമ്പോഴത്തേക്കും അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം അത്രയും ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന്, ആ ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ അവിടെ ഈ ആ ഒരു ക്ലൈമാക്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിനുള്ളിൽ ഒരുപാട് നല്ല ലൊക്കേഷനുകൾ ഞങ്ങൾ കണ്ടെത്താൻ പറ്റി. മുതലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായൊരു ലാൻഡ്സ്കേപ്പിലാണ് ഈ പയ്യാരത്ത് പത്മനാഭൻ നായർ ക്യാരക്ടർ, അദ്ദേഹം കേശവൻ, കലാമണ്ഡലം കേശവനും ഒടുവിൽ ഉണ്ണികൃഷ്ണനും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ചില രംഗങ്ങൾ, ഭാരതപ്പുഴയുടെ ഏറ്റവും നല്ല മനോഹരമായ സ്ഥലങ്ങൾ, ഒരുപാട് ലൊക്കേഷൻ അതിന് വേണ്ടിയിട്ട് പുതുതായിട്ടും ഒക്കെ കണ്ടെത്താനും ചെയ്യാനുമൊക്കെ പറ്റി. ഈ സിനിമയിലുണ്ടായ മറ്റൊരു വലിയൊരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് ഈ കൂട്ടുകുടുംബമാണ്. കുറേ തെറ്റിദ്ധാരണകളുടെ പേരിൽ ബന്ധുക്കൾ തമ്മിൽ തെറ്റുന്നു. അവസാനം ഇവരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ റെയ്ഡ് ചെയ്യുന്നതായിട്ട് ഒരു വ്യാജ വാർത്ത അറിയുന്നു. അത് വിശ്വസിച്ചിട്ട് ബന്ധുക്കളെല്ലാം അതിനു മുമ്പ് കയ്യിൽ കിട്ടുന്ന എല്ലാം കൊണ്ട് കടന്നു കളയാനായിട്ടൊരു ശ്രമം നടത്തുന്നു. അങ്ങനെ എല്ലാവരും ആ വീട് കൊള്ളയടിക്കുകയാണ്. ഈ മരുമക്കത്തായ സമ്പ്രദായത്തിൽ ഉള്ള വലിയ ഒരു കുടുംബ അംഗങ്ങളെല്ലാം കയ്യിൽ കിട്ടുന്ന എല്ലാം എടുത്തുകൊണ്ട് സ്ഥലം വിടുകയാണ്. അങ്ങനെ ഒരു സംഭവം
ഒരു അലമാര മഴുക് ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചിട്ട്, അത് ജനാർദ്ദനൻ ചേട്ടനാണ് ആ ക്യാരക്ടർ ചെയ്തത്, അദ്ദേഹവും ബിന്ദു പണിക്കരുമാണ്. അലമാര വെട്ടിപ്പൊളിച്ചിട്ട് അതിനകത്തുനിന്ന് നോട്ട് കെട്ടുകൾ ഇങ്ങനെ വന്ന് വീഴുന്നു, ഇതൊരു ചാക്കിലാക്കുന്നു, രക്ഷപ്പെടുന്നു. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ നേരത്തെ തന്നെ ഇത്ര ഒരു അലമാര നിറച്ച് നോട്ട് വേണമെന്നാണ് ഡയറക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തത്, എപ്പോഴും സിനിമയിൽ ചെയ്യുന്നത് നോട്ട് കെട്ടുകൾ ഒരു കൃത്യമായ ഉള്ളിൽ വെള്ള പേപ്പറായിരിക്കും, തുടക്കത്തിലും അവസാനത്തിലും മാത്രം 2 നോട്ടുകൾ വയ്ക്കും. എന്നിട്ട് അതിൻ്റെ സൈഡ് കറക്റ്റ് നോട്ടിൻ്റെ കളർ ചെയ്യുമ്പോൾ കെട്ടെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായി അതൊരു നോട്ട് കെട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യും. സൈഡും നമ്മൾ അത്യാവശ്യത്തിന് വേണ്ടുന്ന കളർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അധികം നോട്ടുകൾ ചെയ്തു. അപ്പോൾ ഈ നോട്ടുകൾ ചെയ്യുമ്പോൾ ഉള്ളൊരു റിസ്ക് ഉണ്ട്. അന്ന് കളർ ഫോട്ടോസ്റ്റാറ്റൊന്നും വ്യാപകമല്ല, ഒറ്റപ്പാലത്ത് പ്രത്യേകിച്ചും. അങ്ങനെ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിറോക്സ് എടുത്തിട്ട്, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട്, അതിൽ ആദ്യമേ റിസർവ് ബാങ്ക് എന്നുള്ളിടത്ത് എഴുതി ഒൺലി ഫോർ ഷൂട്ടിംഗ് പർപ്പസ് എന്നും പറഞ്ഞ് എഴുതി അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് എടുക്കുന്നത്. എടുത്ത് പിന്നെ ഫ്യൂജി കളർ ഉപയോഗിച്ച് ഒരു 3 ആർട്ടിസ്റ്റുകളെ അതിനകത്തിരുത്തി, അവർ ട്രാൻസ്പെറൻ്റാണ് ഈ ഫ്യൂജി കളർ കൊണ്ട് കറക്റ്റ് നോട്ടിൻ്റെ കളർ വരുത്തി. ഈ നോട്ടാണ് ഈ കെട്ടുകളുടെ അപ്പുറവും ഇപ്പുറവും വെച്ചിരുന്നത്. വെച്ചു ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ. അപ്പോൾ ഒരു നോട്ട് പോലും ഈ കളർ ചെയ്യുന്ന പുറത്ത് പോകരുതെന്നുള്ള വളരെ സെക്യൂരിറ്റിയോട് കൂടിയാണ് നമ്മൾ ചെയ്തത്. മറ്റൊരാളെ അതിനകത്തേക്ക് ആ റൂമിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ഇതെല്ലാ നോട്ടുകളും ഊരിയെടുത്തിട്ട് ഞാൻ നിന്നാണ് വരിക്കാശ്ശേരി മനയുടെ ഒരു സൈഡിൽ വെച്ചത് കത്തിക്കുന്നത്. അപ്പോൾ വളരെ അതിൻ്റെ ഒരു ദൗത്യം പൂർത്തിയായി ഒക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ആ സിനിമയുടെ വർക്കൊക്കെ കഴിഞ്ഞു, വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇഷ്ടദാനം എന്ന് പറയുന്ന രമേശ് സംവിധാനം ചെയ്ത, ഭാഗ്യലക്ഷ്മി പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം, ശശിധരൻ ആറാട്ട് വഴിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. പൊള്ളാച്ചിയിൽ വർക്ക് നടക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിലൊരു തറവാടിന് വേണ്ടുന്ന കുറച്ച് റെയറായിട്ട് ലഭിക്കുന്ന പ്രോപ്പർട്ടീസ് ഞാനെപ്പോഴും കരുതാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കതിർക്കൊലകൾ, അല്ലെങ്കിൽ ഒരു ഭസ്മക്കുടുക്ക, അത് ചില റെയറായിട്ടുള്ള വിളക്കുകൾ, അങ്ങനെയുള്ള ചില സാധനങ്ങൾ പലപ്പോഴും കരുതി വയ്ക്കാറുണ്ട്. ഒരു പീരിയോഡിക്കൽ ഫിലിംസിനൊക്കെ ആവശ്യമായി വരുന്ന ചില പ്രോപ്പർട്ടീസാണ്. അങ്ങനെ ഈ പടത്തിനും അത്തരം ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇഷ്ടദാനത്തിന് അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. എൻ്റെ ആദ്യ പടം മുതൽ എന്നോടൊപ്പം ഉള്ളതാണ് രാജൻ എന്ന് പറയുന്നത്. ഇയാൾ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ രാജനെ ഞാൻ ഏൽപ്പിച്ചു. പിന്നെ അവിടെ നിന്നൊരു ടെമ്പോ പുറപ്പെടുന്നുണ്ട് പ്രൊഡക്ഷൻ്റെ സാധനങ്ങളുമായിട്ട്. ആ വണ്ടിയിൽ, ട്രിവാൻഡ്രത്ത് നിന്ന് പുറപ്പെടുന്ന വണ്ടിയിലേക്ക് ഈ ഒരു ബോക്സും കൂടെ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട്, അത് രാജൻ അറിയാം ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. 2ാമത്തെ നിലയുടെ മേളിലാണ് വെക്കുന്നത്. ഇവൻ അവിടെ പോയി ഇതൊക്കെ എടുത്തു കൊണ്ടുവരാനായിട്ട് ഇയാളെ ഏൽപ്പിച്ചു. ഇയാളുടെ ഒരു സുഹൃത്തിനെയും കൊണ്ടാണ് ഇത് സാധനം എടുക്കാനായിട്ട് പോകുന്നത്. എടുക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ വന്ന സുഹൃത്ത് പെട്ടെന്ന് ഇതിനുള്ളിലൊരു നോട്ട് കെട്ട് കാണുന്നു. അയാൾ, ഈ രാജൻ പോലും അറിയാതെ ഇയാളിതെടുത്ത് മാറ്റി വെച്ചു. ഈ സാധനങ്ങളും കൊണ്ട് അവിടെ നിന്ന് ടെമ്പോ പുറപ്പെട്ടു. രാജൻ പൊള്ളാച്ചിയിലേക്ക് തിരിച്ചു. കുറച്ച് കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. ഇയാൾ ഇതിൻ്റെ ബിഗിനിങ്ങിലും എൻഡിലും വെച്ചിരുന്ന ആ നോട്ട് ഇയാൾ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി അകത്ത് വെള്ള പേപ്പറാണ്. 2 നോട്ട് ഇയാൾക്ക് കിട്ടി. അപ്പോൾ അയാൾക്ക് സംശയം ഉണ്ടായി കാണണം. ഇയാൾ ഒരു ശരിക്കും പവർ കട്ടൊക്കെ ഉള്ള ഒരു സീസണായിരുന്നു. പവർ കട്ട് ഉള്ള സമയത്ത് ഈ നോട്ട് കൊണ്ടുവന്ന് ഒരു കടയിൽ കൊടുത്ത് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കുന്നു. ബാലൻസ് പൈസ ആ കടക്കാരൻ കൊടുക്കുന്നു. ഇവൻ ഇതും കൊണ്ട് പോകുന്നു. ഒരു പെരമ്പ് മണിയനെന്ന് പറയുന്ന നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്, ഒരു കുഴപ്പക്കാരനായ ആൾ. ഈ അവസാനം ഈ പവർ സപ്ലൈ വന്നപ്പോഴത്തേക്കാണ് കടക്കാരൻ നോട്ട് നോക്കുമ്പോഴത്തേക്കും അയാൾക്ക് ബോധ്യപ്പെട്ടു ഇത് പറ്റിച്ചതാണ്, വ്യാജനാണ് എന്ന് മനസ്സിലാവുന്നു. ഇയാൾ ഉടൻ തന്നെ ഈ മണിയൻ്റെ വീടറിയാം. അയാൾ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കടക്കാരൻ വന്നത് കണ്ടപ്പോൾ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി കുറേ ദൂരം ഓടി ഇയാളെ വഴിയിലിട്ട് പിടിക്കുന്നത് ഭാഗ്യത്തിന് എൻ്റെ അമ്മാവൻ്റെ വീട്ടിൻ്റെ റോഡിലാണ് ഇവർ പിടിക്കുന്നതും ബഹളം നടക്കുന്നതും. ശബ്ദം കേട്ട അമ്മാവൻ വന്ന് നോക്കുമ്പോൾ ഈ 2 പേരെയും അമ്മാവനറിയാം, കടക്കാരനെയും അറിയാം, ഈ മണിയനെ അറിയാം. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഇങ്ങനെ നോട്ട് കൊണ്ടുവന്ന് സാധനം മേടിച്ച് ഇവൻ പറ്റിച്ചു,
അപ്പോൾ ഇതെവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പറയുന്നത് എൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. ശരിക്കും ഒരു കള്ള നോട്ട് എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ആകെ തകർന്നു. അമ്മാവൻ പെട്ടെന്ന് ഈ പകരം പൈസ കൊടുത്തിട്ട് പ്രശ്നം അവിടെ സോൾവ് ചെയ്തു. വീട്ടിലറിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലാകെ സംഘർഷം. അച്ഛൻ ആകെ വിഷമിക്കുന്നു, അമ്മ വിഷമിക്കുന്നു, എൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്യുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നും പറഞ്ഞിട്ടൊക്കെ ഭീകരമായിട്ട്. അപ്പോൾ ഞാൻ അറിയുന്നില്ല വീട്ടിൽ ഈ സാധനം ഉള്ളത് ഈ രാജനെടുത്ത് വെച്ച കാര്യം എനിക്കറിയില്ല. രാജനെ വിളിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ അന്ന് വെറുതെ ഒരെണ്ണം നമുക്കിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും ഈ ഇതുപോലുള്ള പേപ്പർ ഇരിപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട് പറയുന്നു. വൈഫൊക്കെ കയറി അന്വേഷിക്കുന്നു, മാമനും അവിടെ വന്നു. ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ അന്വേഷിക്കുമ്പോൾ വേറെ അവിടെ ഇത്തരം പേപ്പറുകളില്ല. പക്ഷേ എങ്കിലും അന്ന് അനുഭവിച്ച ഒരു സംഘർഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരിക്കും നമ്മുടെ ചിന്തിക്കാൻ പറ്റാത്തതാണ്. കാരണം അതൊരു ഏതെങ്കിലും തരത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതാണ് സിനിമയിൽ പോയിട്ട് ചെയ്യുന്നതെന്ന് ഒരു പേര് വരികയോ ചെയ്താലുള്ള ഒരു ഭീകരമായൊരു അവസ്ഥ ഓർക്കുമ്പോൾ ഇപ്പോഴും ശരിക്കും അതിൻ്റെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. ക്രമേണ ഈ കാറിനെക്കുറിച്ച് പലതരം കഥകൾ പറഞ്ഞ് പ്രചരിക്കുന്നു. ആളില്ലാതെ വണ്ടി ഓടിയെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം ഈ കാറ് തനിയെ ഓടുന്നതായിട്ടൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറി ഇരിപ്പുണ്ടായിരുന്നു, തള്ളി വിട്ടു. ശരിക്കും ആ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മുടെ ഈ വെഞ്ഞാറമൂടിനടുത്താണ് അത് ഷൂട്ട് ചെയ്തത്. ആൾക്കാർ അന്ന് ഷൂട്ടിംഗ് കാണാനായിട്ട്, ജയറാമിനെ കാണാനായിട്ട് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കൂടിയിട്ടുണ്ട്. വണ്ടി നിയന്ത്രണം വിട്ട് ഇതിനകത്ത് ഒളിച്ചിരുന്ന ആളിന് കറക്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ എന്തോ വന്ന് വണ്ടി അങ്ങ് പോയി.